സർ, നമ്മൾ ഈ അവയവദാനം ചെയ്ത് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ബോർഡിൽ വെക്കും, മെഡിക്കൽ കോളേജിൻ്റെ ബോർഡിൽ. ഈ മെഡിക്കൽ കോളേജിൻ്റെ ബോർഡിൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സമയബന്ധിതമായി അത് പാസ്സാക്കി ഈ രോഗിക്ക് അവയവം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് വളരെ സമയബന്ധിതമായി നമുക്ക് തീർപ്പാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. സർ, ഇതും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ആഴ്ചയിലെയും ഒരു നിശ്ചിത ദിവസം DLAC-കൾ, അതായത് മെഡിക്കൽ കോളേജുകളിൽ ഈ കമ്മിറ്റി കൂടണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളതും അങ്ങനെ നടപ്പിലായി പോകുന്നുമുണ്ട്. ഇനി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വന്നാൽ അങ്ങനെ കമ്മിറ്റിയുടെ നിശ്ചിത ദിവസം നോക്കിയിരിക്കാൻ പാടില്ല. മണിക്കൂറുകൾക്കകം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ രോഗിക്ക് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അത് ആ രീതിയിൽ തന്നെ നിശ്ചിത ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം കമ്മിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോ മറ്റു ട്രാൻസ്പ്ലാന്റുകളോ അത് ആ രീതിയിലാണ് നടക്കുക. ഇതിലൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് സർ. ഈ സർക്കാരിന്റെ കാലയളവിൽ നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരിട്ട് ഈ കമ്മിറ്റികളിലെല്ലാം പങ്കെടുക്കണം. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഓരോ മെഡിക്കൽ കോളേജിലും പോയി DLAC-കളിൽ പങ്കെടുക്കണം. അത് പ്രായോഗികമായി സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലേക്ക് അത് മാറ്റി. അപ്പോൾ ആ രീതിയിൽ എല്ലാ ആഴ്ചയും ഏത് കമ്മിറ്റിയിലും പ്രതിനിധികൾക്ക് പങ്കെടുത്ത് ആ തീരുമാനം കൃത്യമായിട്ട് എടുക്കുന്നു ഉറപ്പാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകുന്നത്.